ഹായ്, എല്ലാവർക്കും മിസ്റ്റർ ഷൈനിലേക്ക് സ്വാഗതം. സീനത്ത് മലയാള സിനിമയിൽ ചെറുതും വലുതുമായ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് സീനത്ത്. പിന്നെ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റും കൂടിയാണ്. ശ്വേതാമേനന് ഒരുപാട് സിനിമകൾ ഒരു സൗണ്ടും കൊടുത്തിട്ടുണ്ട്. ഗോഡ് ഫാദർ സിനിമയിലെ കടപ്പുറംകാരിയായിട്ട് അഭിനയിച്ചതിലൂടെയാണ് ഈ സീനത്ത് ശ്രദ്ധിക്കപ്പെട്ടത്. പിന്നീട് ഒരു ജഗദീഷ് ഒരു കാലഘട്ടം, ജഗദീഷിന് ഒരു ഹീറോ കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ജഗദീഷിന്റെ അമ്മകളായിട്ട് കുറെ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അത് മലയാള സിനിമയിൽ അവരുടെ സാന്നിധ്യം അവർ അറിയിച്ചിരുന്നു. പിന്നീട് അവർ സിനിമയിലെ ഇപ്പോ സിനിമ അവർക്ക് തീരെ കുറവാണ്. സിനിമയിൽ തീരെ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പൊ സീനത്തിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സീനത്തിനെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവർ കടന്നു വന്ന വഴികൾ വളരെ ദുർഘടം പിടിച്ച വഴിയായിരുന്നു. PT മുഹമ്മദിന്റെ കൂടെയായിരുന്നു അവരുടെ ട്രാവല്. അവർ ആ നാടക ട്രൂപ്പിലേക്ക് എത്തിപ്പെടുകയും അതിനുശേഷം PT മുഹമ്മദിന്റെ ഒപ്പം തന്നെ സഞ്ചരിക്കുകയും 18ാമത്തെ വയസ്സിൽ PT മുഹമ്മദിനെ കല്യാണം കഴിക്കുകയുണ്ടായി. ഒരു 43 വയസ്സോളം മൂത്തൊരു വ്യക്തിനെ വിവാഹം കഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആ സമയത്ത് സീനത്തിന് വന്നായിരുന്നു. ആ സാഹചര്യം അവർക്ക് അതായിരുന്നു അവരുടെ ശരി. ആ സമയത്ത് അതായിരുന്നു അവർക്ക് ചെയ്യേണ്ടിയിരുന്നത്. വേറെ നിർവാഹങ്ങളില്ലായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ആ കാര്യം തന്നെ അവർ ചെയ്യുകയും ചെയ്തു. നാടകത്തിൽ അഭിനയിക്കുകയും അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്നു. അതിനുശേഷം PT മുഹമ്മദുമായിട്ട് വേറെ പിരിഞ്ഞതിന് ശേഷം പുള്ളിക്കാരി അനിൽ എന്ന് പറഞ്ഞ ഒരാളെ വിവാഹം ചെയ്തു. ഇപ്പൊ സിനിമയിലേക്ക് വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു സീനത്ത് എന്ന് പറയുന്ന ഒരു ആക്ട്രസിന്റെ പൊട്ടൻഷ്യൽ, അവരുടെ ഒരു അഭിനയ മികവ് മലയാള സിനിമ പൂർണ്ണ തോതിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയാം. കാരണം ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള സ്ത്രീയാണ് അവരത്. നമ്മൾ പല സിനിമകളിലും അവര് ഒരു പാവം പിടിച്ച സ്ത്രീയായിട്ട് അഭിനയിക്കുമ്പോൾ ആ രീതിയിലും വരും. ഒരു കുശുംബിയായിട്ടുള്ള സ്ത്രീയാണെങ്കിൽ അതും വരും. ഭയങ്കര വയലന്റ് മോഡലുള്ള സ്ത്രീ, എല്ലാ രീതിയിലും ഒരു പകർന്നാട്ടം പുള്ളിക്കാരിക്ക് പറ്റുമായിരുന്നു. പക്ഷെ ആരും കൊണ്ടാടപ്പെട്ടില്ല, അല്ലെങ്കിൽ ആരും തന്നെ സീനത്തിന്റെ ഒരു അഭിനയ കഴിവിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചില്ല. അവരെ കൂടുതലും പഴയ തലമുറ സിനിമാ നടിയായിട്ട് കണ്ടാൽ പോലും അവര് കുറച്ചും കൂടി ഒരു സൗന്ദര്യമുള്ള ഒരു മതാരസ ലുക്കുള്ള സ്ത്രീയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ കാണുന്ന കാഴ്ചയിൽ ആ ഒരു കാഴ്ചപ്പാടിലാണ് കൂടുതൽ ആൾക്കാർ കണ്ടിരുന്നത്. അത് സീനത്തിന് ഡ്രോബാക്ക് ആയിരുന്നു. സീനത്ത് എത്രത്തോളം റോൾ ചെയ്താലും ശ്രീനത്തിന്റെ ഒരു ശരീരഘടന വെച്ചിട്ട് മറ്റു തര ഫീലിങ്സുകളൊക്കെ തോന്നുന്ന ഒരു രീതിയിലുള്ളൊരു ശരീരഘടനയായിരുന്നു സീനത്തിനുണ്ടായിരുന്നത്. ഇപ്പൊ സിനിമയൊക്കെ ഒരുപാട് മാറിപ്പോയി. സീനത്തൊക്കെ ഇനി സിനിമയിലേക്ക് അടുത്ത ഘട്ടത്തിലേക്ക് ഇപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് സീനത്തിനെ പോലുള്ള ആക്ട്രസുകളെ ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ അറിയില്ല. കാരണം സിനിമകളിൽ ഇനി അതുകൊണ്ട് റോളുകളൊന്നുമില്ല. പക്ഷെ മലയാള സിനിമ വേണ്ടത്ര രീതിയിൽ ഉപയോഗിക്കാത്ത പോയ ഒരു നല്ലൊരു നടിയായിരുന്നു സീനത്ത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആക്ട്രസ് ആണ്. PT മുഹമ്മദിന്റെ ഭാര്യയാണ്. അതിനൊപ്പം തന്നെ PT മുഹമ്മദിന്റെ നാടകങ്ങളിലൂടെ സഞ്ചരിച്ച് ആ സ്റ്റേജിന്റെ ഒരു പവർ അവർക്കുണ്ട്. അതായത് സിനിമയിലേക്ക് എത്തിക്കേറ്റപ്പോൾ ആ ഒരു ബാക്കപ്പ് ഉണ്ടായിരുന്നു. അത് അവർ സിനിമയിലേക്ക് വന്ന് ഒരുപാട് നല്ല വേഷങ്ങൾ കിട്ടിയപ്പോഴും കിട്ടിയ വേഷങ്ങളൊക്കെ അതിമനോഹരമായി അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. മലയാള സിനിമ ഈ കഴിവ് എങ്ങനെ കണ്ടെത്തുക എന്ന് മനസ്സിലായി. നമ്മളിപ്പോൾ കാണുന്ന പല താരങ്ങളും കഴിവുള്ളവരാണ് നമ്മൾ വിശ്വസിക്കുന്നതാണ്. പലരെയും നമ്മൾ സൂക്ഷ്മമായിട്ട് വീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ സഹനടികളായിട്ട് നിൽക്കുന്ന ആർട്ടിസ്റ്റുകളെ പോലും കഴിവില്ലാത്ത ഒരുപാട് സൂപ്പർ നായികന്മാർ നമുക്ക് ചുറ്റുമുണ്ട്, സൂപ്പർ നടന്മാരും ഉണ്ട്. അത് വിധികളാണ്. ചിലത് നമ്മുടെ കഴിവിനൊപ്പം തന്നെ ഭാഗ്യം എന്ന് പറഞ്ഞൊരു ഘടകം കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഏത് മേഖലയിൽ ശോഭിക്കാൻ പറ്റും. സിനിമയിൽ അത് ഇച്ചിരി കൂടുതലാണെന്ന് മാത്രം. അപ്പൊ സീനത്തിന് കഴിവുണ്ടായിരുന്നു, പക്ഷെ അവർക്ക് അതിനനുസരിച്ചുള്ള കഥാപാത്രം കിട്ടാണ്ട് പോയി. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു എന്താ പറയുക, ഇന്നത്തെ തലമുറ വരെ ഓർത്തിരിക്കുന്ന രീതിയിൽ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റില്ല. അപ്പൊ ഇത് നല്ലൊരു കംബാക്ക് അവർക്ക് ഒരു ഇതുവരെ ചെയ്യാത്തൊരു കഥാപാത്രത്തെ ആരെങ്കിലും കൊടുത്ത് വീണ്ടും സീനത്ത് മലയാള സിനിമയിൽ സജീവമാകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ സീനത്തിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ചുമ്മാ ഒരു വീഡിയോ ആയിട്ട് വന്നതാണ്. അപ്പൊ ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാതെ